ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ നമുക്കൊരു പോയമാണല്ലേ പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റോറി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, നൗ ലെറ്റ്സ് സീ സം അതർ ഹീറോസ് ഹു പ്രൊട്ടക്ട് അസ്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? നൗ ലെറ്റ്സ് സീ, നമുക്ക് എന്ത് നോക്കാം? ഇപ്പം നമുക്ക് എന്ത് നോക്കാം? സം അതർ ഹീറോസ് ഹു പ്രൊട്ടക്ട് അസ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മറ്റു ഹീറോസിനെ നമുക്കൊന്ന് പരിചയപ്പെടാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഹീറോസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്ന ആരായിരുന്നു അത്? ഫയർമാൻമാരല്ലേ. എൻജോയ് ദ പോയം. അപ്പം എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? പോയം എൻജോയ് ചെയ്യാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കിയാലോ. എവരിഡേ ഹീറോസ്. എവരിഡേ ഹീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യജീവിതത്തിലെ ഹീറോസ് അല്ലേ. നിത്യജീവിതം, എവരിഡേ മീൻസ് ഇവിടെ എന്താണ്? നിത്യജീവിതം, അതായത് നിത്യജീവിതത്തിലെ ഹീറോസ് എന്നാണല്ലേ നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിൽ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. യു മൈറ്റ് സീ ദം ഇൻ യൂണിഫോം. നിങ്ങൾക്ക് അവരെ എന്തിൽ കാണാൻ സാധിക്കും? യൂണിഫോമിൽ കാണാൻ സാധിക്കും. ഓർ മേ ബി നോട്ട് അറ്റ് ഓൾ. ഇല്ലാതെയല്ല, യൂണിഫോം ഇടാതെയും നിങ്ങൾക്ക് അവരെ കാണാൻ ചിലപ്പോൾ അല്ലേ. ബട്ട് നൗ ദേ വിൽ ബി ദ വെൻ ദേ ഗെറ്റ് ദ കോൾ. എപ്പോഴാണ് അവർക്ക് കോൾ വരുന്നത് അപ്പം എന്ത് ചെയ്യും? ദേ വിൽ ബി ദർ. അപ്പം തന്നെ അവരവിടെ ഉണ്ടാവും. നോ ടോക്ക് ഓഫ് ഗഡ്സ് ആൻഡ് ഗ്ലോറി. അവരെന്ത് ചെയ്യുന്നില്ല? ഗഡ്സിനെ കുറിച്ചിട്ടോ ഗ്ലോറിയെ, അവരുടെ പ്രശസ്തിയെ കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നില്ല. മോർ ലൈക്ക് പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്. അവർക്ക് എന്തിനാണ് കൂടുതൽ ഇഷ്ടമെന്നാണ് പറയുന്നത്? പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ് ചെയ്യുക. പ്രൊട്ടക്റ്റ് ചെയ്യുക, സംരക്ഷിക്കുക, മറ്റുള്ളവരെ സെർവ് ചെയ്യുക, അതിനൊക്കെയാണ് അവർക്ക് കൂടുതൽ അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അല്ലേ. എ സിമ്പിൾ ഓഫ് ഡിവോഷൻ ആൻഡ് റെസ്പെക്ട് ദാറ്റ് ദേ ഡിസേർവ്. ഇതെന്തിൻ്റെയാണ്? ഡിവോഷൻ അല്ലേ. അതുപോലെ തന്നെ റെസ്പെക്ട് ദാറ്റ് ഡിസേർവ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? റെസ്പെക്റ്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലേ. ബഹുമാനം, റെസ്പെക്റ്റ് ചെയ്യുക അല്ലേ. അവർക്കൊരു റെസ്പെക്റ്റ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ദസ് ആർ എവരിഡേ ഹീറോസ്. ഇവരാണ് എവരിഡേ നിത്യജീവിതത്തിലുള്ള ഹീറോസ്. ദസ് മെൻ ആൻഡ് വുമൺ ഇൻ ഹ്യൂ. പല നിറത്തിലുള്ള, ഹ്യൂ മീൻസ് പല നിറത്തിലുള്ള മെൻ ആൻഡ് വുമൺ, സ്ത്രീകളും പുരുഷന്മാരും. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദ വർക്കിംഗ് ഡോഗ്സ്, ദേ ആർ ഹീറോസ് ടു. പിന്നെ എന്താ നമ്മളോട് പറയുന്നത്? ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ദ വർക്കിംഗ് ഡോഗ്സ്. വർക്കിംഗ് ഡോഗ്സിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യരുത്? നിങ്ങൾ മറന്നു പോകരുത്. നമുക്കറിയാലേ, പോലീസ്മാൻ്റെ കൂടെ എന്തുണ്ടാവും? ഡോഗ്സ് ഉണ്ടാവില്ല. പിക്ചർ നോക്കൂ, ഇവരും എന്ത് തന്നെയാണ്? ഹീറോസ് തന്നെയാണല്ലേ. ദേ ആർ ഹീറോസ് ടു. അവരും എന്താണ്? ഹീറോസ് ആണ്. Know that if you need them, a hero will be near to help you in the dark times and take away the fear. എന്താ പറയുന്നത്? നോ ദാറ്റ്, നിങ്ങൾ അറിയുക. ഇഫ് യു നീഡ് ദ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? എ ഹീറോ വിൽ ബി നിയർ. നിങ്ങളുടെ അടുത്ത് ഒരു ഹീറോ ഉണ്ടാവും അല്ലേ. ടു ഹെൽപ്പ് യു ഇൻ ഡാർക്ക് ടൈംസ്. അവരെന്ത് ചെയ്യും? നിങ്ങളെ നിങ്ങളുടെ ഡാർക്കസ്റ്റ് ടൈമിൽ, അതായത് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ടൈമിൽ അവരെന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ടേക്ക് എവേ ദ ഫിയർ. അതുപോലെ തന്നെ ഭയം അകറ്റാനും വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പം നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഹീറോസിനെ കുറിച്ചുള്ള ഒരു സിമ്പിളായിട്ടുള്ള പോയമാണല്ലേ നമ്മളിപ്പോൾ വായിച്ചത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഹൂ ആർ ദ ഹീറോസ് മെൻഷൻ ഇൻ ദ പോയം. ഈ പോയത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഹീറോസ് ആരൊക്കെയാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ഇസ് ദ ഹീറോസ് മെൻഷൻ ഇൻ ദ പോയം. ആരൊക്കെയാ കൂട്ടുകാരെ? ദ ഹീറോസ് മെൻഷൻഡ് ആർ മെൻ ആൻഡ് വുമൺ ഇൻ യൂണിഫോം ആൻഡ് വർക്കിംഗ് ഡോഗ്സ് അല്ലേ. യൂണിഫോമിലുള്ള മെന്നും ഉണ്ട്, അതുപോലെ തന്നെ വുമണും ഉണ്ട് അല്ലേ. ദെൻ വർക്കിംഗ് ഡോഗ്സും. അപ്പോൾ ഇതിൽ പോയത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? ദ ഹീറോസ് മെൻഷൻ ആർ മെൻ ആൻഡ് വുമൺ ഇൻ യൂണിഫോം ആൻഡ് വർക്കിംഗ് ഡോഗ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡു ദസ് ഹീറോസ് ഡു വെൻ ദേ ആർ കോൾഡ്. നമ്മൾ വിളിക്കുമ്പോൾ അവർ ഹീറോസ് എന്താണ് ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? ദേ കം ടു ഹെൽപ്പ് ഇൻ ഡാർക്കസ്റ്റ് ടൈംസ് ആൻഡ് ടേക്ക് എവേ ദ ഫിയർ. നമുക്ക് ഡാർക്കസ്റ്റ് ടൈമിലല്ലേ, നമുക്ക് പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് അവർ നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും? ടേക്ക് എവേ ദ ഫിയർ. എന്ത് ചെയ്യും? ഭയം, നമ്മളെ ഭയം മാറ്റാനും സഹായിക്കും അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? ദേ കം ടു ഹെൽപ്പ് ഇൻ ഡാർക്കസ്റ്റ് ടൈം ആൻഡ് ടേക്ക് എവേ ദ ഫിയർ. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു തിങ്ക് ദ ഓതർ കോൾസ് ദ ഹീറോസ് എവരിഡേ ഹീറോസ്. എന്തുകൊണ്ടാണ് ഹീറോസിനെ എവരിഡേ ഹീറോസ് എന്ന് വിളിക്കാനുള്ള കാരണം? എന്തുകൊണ്ടാണ്? യെസ്, ബിക്കോസ് ദേ പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ് വിത്തൗട്ട് സീക്കിംഗ് ഫെയിം ഓർ ഗ്ലോറി ആൻഡ് ആർ ഓൾവേസ് റെഡി ടു ഹെൽപ്പ്. എന്താണ്? ബിക്കോസ് ദേ ആർ പ്രൊട്ടക്റ്റ് ആൻഡ് സെർവ്. അവരെപ്പോഴും എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ സേവിക്കും അല്ലെ, സെർവ് ചെയ്യും. വിത്തൗട്ട് സീക്കിംഗ് ഫെയിം ഓർ ഗ്ലോറി. എന്തെന്ന് നോക്കാണ്ടേ?
ഫേമസ് ആവുന്നത്, പ്രസിദ്ധി ആർജിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് അവരുടെ പ്രശസ്തി ഗ്ലോറി ആയിട്ട് അതൊന്നും ആലോചിക്കാണ്ട് അവരെന്ത് ചെയ്യും, എപ്പോഴും നമ്മളെ എന്ത് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും, സെർവ് ചെയ്യുകയും ചെയ്യും അല്ലേ. ആൻഡ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ്, എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ അവരെന്താണ് റെഡിയാണല്ലേ. അതുകൊണ്ടൊക്കെയാണ് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്, എവരിഡേ ഹീറോസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം ആൻസർ എന്താണ്, ബിക്കോസ് ദേ പ്രൊട്ടക്ട് ആൻഡ് സെർവ് വിത്തൗട്ട് സീക്കിംഗ് ഫെയിം ഓർ ഗ്ലോറി ആൻഡ് ആർ ഓൾവേസ് റെഡി ടു ഹെൽപ്പ്. Okay, then read the following lines from the poem. You might see them in uniform. അപ്പോൾ നമ്മുടെ പോമിലുള്ള 4 വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ച് നോക്കാം. You might see them in uniform. നിങ്ങൾക്ക് അവരെ എന്തിൽ കാണാൻ സാധിക്കും, യൂണിഫോമിൽ കാണാൻ സാധിക്കും. or maybe not at all. ചിലപ്പോൾ എന്താണ് അതില്ലാതെയും സാധിക്കും അല്ലേ. but no, they will be there when they get the call. നിങ്ങൾ എപ്പോഴാണ് അവരെ വിളിക്കുന്നത് ആ സമയത്ത് തന്നെ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് നിങ്ങൾ അറിയുക എന്നാണല്ലേ പറയുന്നത്. The words all and call end with same sound. They are rhyming words. ഇവിടെ നോക്കൂ, ഈ ഓളും കോളും സെയിം സൗണ്ടിലാണ്, എന്നുള്ള സൗണ്ടിലല്ലേ എൻഡ് ചെയ്യണത്. അപ്പം ഇവയെ പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, റൈമിങ് വേർഡ്സ് അല്ലേ. അപ്പോൾ ഈ ഓള് കോള് അങ്ങനെയുള്ള വേർഡ്സിന് സെയിം സൗണ്ട്സിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ എന്താ പറയുക, റൈമിങ് വേർഡ്സ്. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ഔട്ട് മോർ റൈമിങ് വേർഡ്സ് ഇൻ ദ പോം ആൻഡ് റൈറ്റ് ദം ബിലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇതുപോലുള്ള റൈമിങ് വേർഡ്സ് നമ്മൾ കണ്ടെത്തി താഴെ എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം, സെർവ്, ഡിസർവ്, വ് എന്നുള്ള സൗണ്ടിലാണല്ലേ. ദെൻ ഹീറോസ്, ഡോഗ്സ്, സ് എന്നുള്ള സൗണ്ടിൽ എൻഡ് ചെയ്യണല്ലേ. നിയർ, ഫിയർ, എന്നുള്ള സൗണ്ടിൽ. ദെൻ ഹ്യൂ, ടു. അപ്പോൾ ഇതുപോലുള്ള റൈമിങ് വേർഡ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതുക. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മീറ്റ് ദ ഹീറോ, ഹീറോയെ കണ്ടുമുട്ടുക അല്ലേ. വി ഹാവ് സീൻ മെനി ഹീറോസ് ലൈക്ക് സോൾജിയേഴ്സ്. നമ്മൾ സോൾജിയേഴ്സിനെ പോലുള്ള പട്ടാളക്കാരെ പോലുള്ള ഹീറോസിനെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഫാർമേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ആർട്ടിസ്റ്റ് ആൻഡ് സ്പോർട്സ്മാൻ. അതുപോലെ സ്പോർട്സ്മാനും ആർട്ടിസ്റ്റും പോലീസ് ഓഫീസേഴ്സും ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാരല്ലേ. ഇതിലുള്ള ഹീറോസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സപ്പോസ് എ പോലീസ് ഓഫീസർ ഫ്രം ദ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ. അപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഓഫീസർ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ സ്കൂളിൽ വിസിറ്റ് ചെയ്യാണ്. പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഹിം ഓർ ഹെർ. അപ്പോൾ അദ്ദേഹത്തിനോട്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്ത്രീ ആയിരിക്കാം അല്ലേ, അപ്പോൾ അവരോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തില്ലേ, ഡു യു ലൈക്ക് യുവർ ജോബ്, വൈ, നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ ഈ ജോബ് ഇഷ്ടമാണോ, എന്തുകൊണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം, വാട്ട് ഡു യു ലൈക്ക് മോസ്റ്റ് അബൌട്ട് യുവർ ജോബ്, നിങ്ങളുടെ ജോബിൽ നിങ്ങൾക്ക് കൂടുതൽ എന്താണ് ഇഷ്ടം. ദെൻ വാട്ട് ആർ സം ഓഫ് ദി ചാലഞ്ചസ് യു ഫേസ്, നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചാലഞ്ചസ് ഏതൊക്കെയാണ്. ദെൻ വാട്ട് ആർ ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ജനമൈത്രി പോലീസ് ഓഫീസർ, ഒരു ജനമൈത്രി പോലീസ് ഓഫീസറിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി, പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് എഴുതാം, ഹൗ ഡു യു ഹെൽപ്പ് ഇൻ പീപ്പിൾ ഇൻ അവർ കമ്മ്യൂണിറ്റി. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ട്രെയിനിങ് ഡിഡ് യു ഹാവ് ടു ഗോ ത്രൂ. ദെൻ വൈ ഡിഡ് യു ബിക്കം എ പോലീസ് ഓഫീസർ. അപ്പോൾ ഇതുപോലുള്ളൊരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എളുപ്പമല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.